വേഗം ലേണിംഗ് അക്കാൽ और उसके बाद എന്ന കവിത വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? अकाल और उसके बाद कविता का आशय लिखे. अकाल और उसके बाद कविता का आशय ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. अकाल और उसके बाद കവിതയുടെ ആശയമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കൂ. अकाल और उसके बाद नागार्जुन जी की कविता है. नागार्जुन ജിയുടെ കവിതയാണ് എന്ത്? अकाल और उसके बाद എന്നുള്ളത്. वह प्रगतिवादी कवि है. അദ്ദേഹം ഒരു പ്രോഗ്രസീവ് റൈറ്റർ ആണ്. പ്രോഗ്രസീവ് പ്രഗതിവാദ്. ओके इस कविता में अकाल और उसके बाद का वर्णन है. ഈ ഒരു കവിതയിൽ എന്താ പറയുന്നത്? അക്കാൽ और उसके बाद का वर्णन है. അക്കാലിലെയും ക്ഷാമാവസ്ഥയിലെയും ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയുടെയും വർണ്ണനയാണ് ഈ ഒരു കവിതയിൽ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ. अकाल के कारण चूल्हा रोया और चक्की उदास हो गई. അക്കാൽ കൊണ്ട് ക്ഷാമം കൊണ്ട് ചൂൽഹ അടുപ്പ് എന്താ കരയുകയാണ്. ചക്കി വിഷമിച്ചിരിക്കുകയാണ് അല്ലെ. ചക്കി ആരക്കല്ല്. भूख से तड़पती छिपकलियों दीवार पर भागती है. വിശപ്പ് കൊണ്ട് വലഞ്ഞ ആര്? ചിപ്കലിയാം എന്താണ്? പല്ലികൾ എന്താണ്? ദീവാർ पर भागती है. ചുമരിന്റെ മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ചൂഹോ की हालत भी शिकस्त है. ചൂഹ എലി. എലികളുടെ അവസ്ഥയും എന്താണ്? പരിതാപകരമാണ്. അക്കാൽ കെ ദിൻ ദുഃഖ് ഔർ നിരാശ കെ ദിൻ ഥേ. അക്കാൽ ക്ഷാമാവസ്ഥ എങ്ങനെയാണ്? ദുഃഖത്തിന്റെയും നിരാശയുടെയും സമയമാണ്. അപ്പൊ അക്കാൽ കഴിഞ്ഞ് ഇനി അക്കാൽ കെ ബാദ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ഷാമത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു നോക്കൂ. അക്കാൽ കെ ബാദ് ഘർ മേ ദാനെ ആയേ. അക്കാലിന് ശേഷം വീട്ടിൽ എന്ത് വന്നു? ഭക്ഷണ സാധനങ്ങളൊക്കെ വന്നു. ഭോജൻ പക്കാനെ കെ ലിയേ ചൂൽഹ ജലായ. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പുണ്ടാക്കി. ആംഗൻ സേ ഊപ്പർ ദുആ ഉഠ്നെ ലഗാ. മുറ്റത്ത് എന്താണ്? മുറ്റത്ത് പുറകിലായിട്ട് വീടിന്റെ പുറകിലായിട്ടൊക്കെ എന്ത്? ദുആ ഉഠ്നെ ലഗാ. പുക വരാൻ തുടങ്ങി. ഖാനാ ഖാനെ കെ ബാദ് ഘർ ഭർ കി ആംഖേൻ ചമക്നെ ലഗി. ഭക്ഷണം കഴിച്ചത് കൊണ്ട് എന്താണ്? എല്ലാവരുടെയും കണ്ണുകൾ എന്താ? തിളങ്ങാൻ തുടങ്ങി. കൗവേ പങ്ക് കുചലാനെ ലഗേ. കാക്കകള് ചിറക് കൊക്കിട്ടുരുമാൻ തുടങ്ങി. അക്കാൽ കെ ബാദ് സബീ ചെഹരോ പർ ഖുശീ ഥി. അക്കാലിന് ശേഷം എല്ലാവരുടെയും മുഖത്ത് എന്താണ്? സന്തോഷം മാത്രമേ ഉള്ളൂ. ഇസ് കവിതാ മേ കവി മാനവ് കെ ബാരെ മേ ബിനാ കുച്ച് കഹേ സബ് കുച്ച് കഹ ജാത്തെ ഹെ. ഈ ഒരു കവിതയില് മനുഷ്യനെ മാത്രമല്ല അല്ലെ പറയുന്നത്, മറ്റു ജീവജാലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ക്ഷാമാവസ്ഥയിൽ അവരുടെയൊക്കെ അവസ്ഥകളെ കുറിച്ച് ഈ കവിതയിൽ കവി വിവരിക്കുന്നുണ്ട്. ഇത്രയുമാണ് അക്കാൽ और उसके बाद എന്ന കവിതയുടെ ആശയം. ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.